അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അങ്കിൾ ഇന്ന് ഏത് കഥയാണ് പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ്. ഞാൻ ആലോചിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃതുല്യനായ അമ്മാവന്റെ കഥ പറഞ്ഞാലോ എന്നാണ്. അതാരാണ്? അദ്ദേഹത്തിന്റെ പേര് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനാണ്. എങ്കിൽ അദ്ദേഹത്തിന്റെ കഥ പറയൂ അങ്കിൾ. ശരി, എന്നാൽ കേട്ടോളൂ. ബിസ്മില്ലാഹ്. The story of Hamza bin Abdul Muttalib റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃതുല്യനായ ഒരു അമ്മാവനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. പ്രവാചകനോട് ഒരു മരുമകനായി മാത്രമല്ല, ഒരു സഹോദരനും സുഹൃത്തും ആയിട്ടായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. അവർ ഒരുമിച്ചായിരുന്നു കളിച്ചതും വളർന്നതുമെല്ലാം. എന്നാൽ അവർ മുതിർന്നപ്പോൾ അവർ രണ്ടുപേരും അവരവരുടെ വഴിയിലേക്ക് തിരിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു അവസരം കിട്ടുമ്പോൾ മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ഉന്നതന്മാർക്കിടയിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ യുവാവായ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ഏകാന്ത ജീവിതമായിരുന്നു. അദ്ദേഹം ആത്മീയമായ ധ്യാനത്തിൽ മുഴുകുകയും സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഒരു യോദ്ധാവും ഒരു വേട്ടക്കാരനും ഒരു കായിക താരവുമായിരുന്നു. വലിയവനും ശക്തനുമായിരുന്ന അദ്ദേഹത്തിന്റെ ധീരതയെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു. പ്രവാചകനും ഹംസ റളിയല്ലാഹു അൻഹുവും വ്യത്യസ്തമായ ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും ഹംസ റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തും മരുമകനുമായ പ്രവാചകന്റെ നന്മകളെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരുന്നു. പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. എന്നാൽ മക്കയിലെ അവിശ്വാസികൾ കൂടുതൽ പേരും അത് സ്വീകരിച്ചില്ല. ഒരു ദിവസം ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ നടക്കുകയായിരുന്നു. അദ്ദേഹം കഅബയുടെ അടുത്തെത്തിയപ്പോൾ ഖുറൈശി ഗോത്രത്തിലെ കുലീനരായ കുറച്ചുപേർ ഒരു മരത്തിന്റെ അടിയിലിരുന്ന് ഗൗരവമായി ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അവരുടെ ചർച്ചയെക്കുറിച്ചറിയാൻ അദ്ദേഹവും അവരോടൊപ്പം ചേർന്നു. അദ്ദേഹത്തിന്റെ അനന്തരവനായ പ്രവാചകനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യമായി. ഇതിനു മുൻപൊരിക്കലും അവർ പ്രവാചകന്റെ വാക്കുകളെ ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ മുഖത്ത് വിഷമമുള്ളതായി അദ്ദേഹം മനസ്സിലാക്കി. അവരുടെ അതിശയോക്തി കലർന്ന സംസാരം കേട്ട് അദ്ദേഹം ചിരിച്ചു. എന്നാൽ ഖുറൈശികൾ അത് ശ്രദ്ധിച്ചില്ല. അവർ തങ്ങളുടെ ചർച്ചകൾ തുടർന്നു. അദ്ദേഹം അവരോടൊപ്പം അവിടെയിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പ്രവാചകനെ കുറിച്ചുള്ള ചർച്ചകൾ ഖുറൈശികൾക്കിടയിൽ പതിവായി. പിന്നീട് ചെറിയ സംസാരങ്ങൾ പ്രകോപനങ്ങളായി മാറി. ഇതെല്ലാം ദൂരെ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രകോപനങ്ങൾക്കെതിരെയുള്ള പ്രവാചകന്റെ ഉറച്ച നിലപാട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്റെ മരുമകനോട് മതിപ്പ് തോന്നി. പ്രവാചകന്റെ കുട്ടിക്കാലം മുതൽ കൗമാരം വരെയുള്ള കാലത്തുള്ള സത്യസന്ധമായ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചു വളർന്നതിനാൽ അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതുപോലെ തന്നെ വ്യക്തമായി പ്രവാചകനെയും അറിയാമായിരുന്നു. പ്രവാചകന്റെ ജീവിതം സൂര്യപ്രകാശം പോലെ പരിശുദ്ധമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പ്രവാചകനെ ദേഷ്യപ്പെട്ടോ നിരാശാജനകമായോ അത്യാഗ്രഹിയായോ അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ശക്തൻ മാത്രമല്ല, വളരെ ജ്ഞാനിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനെ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പർവ്വതത്തിന്റെ താഴ്വരയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഖുറൈശി നേതാക്കളിൽ ഒരാളായ അബൂജഹൽ അതുവഴി കടന്നുപോയത്. പ്രവാചകൻ അവിടെ ഒറ്റക്കേയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അബൂജഹൽ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. അബൂജഹൽ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ അസഭ്യം പറയുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷെ പ്രവാചകൻ
തിരിച്ച് അയാളോട് ഒരു വാക്കുപോലും പറയാതെ വളരെ ശാന്തനായി നിന്നു. ആ ദിവസം ഹംസ റളിയല്ലാഹു അൻഹു പതിവ് പോലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുകയായിരുന്നു. അപ്പോൾ അബൂജഹലിന്റെ ജോലിക്കാരി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ഓ ഹംസ, താങ്കളുടെ മരുമകൻ അബൂജഹലിന്റെ കൈകളാൽ എന്തു പറ്റിയെന്ന് അറിഞ്ഞോ?" പിന്നീട് അവർ അബൂജഹൽ പ്രവാചകനോട് ചെയ്തത് വിശദീകരിച്ചു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ഉടൻ തന്നെ അബൂജഹലിനെ നേരിടാൻ അദ്ദേഹം കഅബയിലേക്ക് പോയി. മറ്റു ഖുറൈശി നേതാക്കളോടൊപ്പം ഇരിക്കുന്ന അബൂജഹലിനെ കണ്ടപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന വില്ലെടുത്ത് അബൂജഹലിനെ പൊതിരെ തല്ലി. എന്നിട്ട് പറഞ്ഞു, "എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ മരുമകനെ ശാസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ മുഹമ്മദിന്റെ മതമായ ഇസ്ലാം മതം സ്വീകരിക്കുന്നു." അവിടെ കൂടിയിരുന്നവരെല്ലാവരും തങ്ങളുടെ നേതാവിനെ ഹംസ റളിയല്ലാഹു അൻഹു അപമാനിച്ചതിനെക്കുറിച്ച് മറന്നുപോയി. അദ്ദേഹം ഇസ്ലാമിലേക്ക് മതം മാറിയതറിഞ്ഞ അമ്പരപ്പിലായിരുന്നു എല്ലാവരും. ഖുറൈശികളിൽ ശക്തനും ആദരണീയനുമായ ആ യുവാവ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു ദുരന്തമാണെന്ന് ഖുറൈശികൾക്ക് അറിയാമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പരിവർത്തനം അനേകം യുവാക്കളെ പ്രേരിപ്പിക്കുമെന്നും അതുവഴി പ്രവാചകന് കൂടുതൽ അനുയായികളെ ലഭിക്കുമെന്നും അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടും വ്യക്തമായ ബോധവുമുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് കുറച്ചു സമയം അദ്ദേഹം കട്ടിലിരുന്നു. ഒരു നിമിഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിവർത്തനം അദ്ദേഹം പ്രഖ്യാപിച്ചത്. തന്റെ മരുമകനെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരോടുള്ള വെറുപ്പായിരുന്നു അദ്ദേഹത്തിന്. ഹംസ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്റെ സത്യസന്ധതയെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആർക്കെങ്കിലും ഒരു നിമിഷത്തെ വെല്ലുവിളിയുടെ സമയത്ത് ഒരു പുതിയ മതത്തെ സ്വീകരിക്കാൻ കഴിയുമോ? ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ വിശ്രമവും ഉറക്കവുമില്ലാത്ത ദിവസങ്ങളായിരുന്നു. മനസ്സിന്റെ ശക്തി കൊണ്ട് ഒരാൾ സത്യത്തെ നേടാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അറിവ് വന്നു ചേരും. അതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചത്. അദ്ദേഹം കഅബയിൽ പോയി പ്രാർത്ഥിക്കുകയും സ്വർഗത്തിനു വേണ്ടി കേണപേക്ഷിക്കുകയും ചെയ്തിരുന്നു. നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഹായം തേടി. ഒടുവിൽ അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരം ലഭിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വിശ്വാസവും ദൃഢതയും നിറച്ചു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെയധികം സന്തോഷമായി. പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് കഥ. അടുത്ത തവണ ഞാൻ മറ്റൊരു കഥ പറയാം. താങ്ക്സ്. മാസ്സലാമ യൂസുഫ് അങ്കിൾ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മാസ്സലാമ അബു.